ഇപ്രാവശ്യം ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് റിട്ടേൺ തിരിച്ചു പോവുക. 5:27 ട്രെയിനാണ് കോഴിക്കോട് നിന്ന്. അപ്പോൾ ഓൾറെഡി ഞാൻ താമരശ്ശേരിയിൽ പോകുമ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ നല്ല തിരക്കായിരുന്നു. പോകുന്ന വഴി ഫുള്ള് ലീഗിൻ്റെ പരിപാടി കണ്ട് ബ്ലോക്കാണ്. അങ്ങനെ ഓൾറെഡി 5:27 ട്രെയിൻ ഞാൻ കോഴിക്കോട് എത്തുമ്പോൾ 5:30. സാധാരണ ആ ട്രെയിൻ ചില സമയത്ത് ലേറ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അങ്ങനെ KSRTC നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഗൂഗിൾ പേയിൽ മാത്രമേ പൈസ ഉള്ളൂ. ഫോൺ ഓഫ് ആവുകയും ചെയ്തു. അപ്പോൾ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് അവിടെ ഓട്ടോക്കാരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ട് ആരും സമ്മതിക്കില്ല, കൊണ്ടാക്കില്ല, ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ സിറ്റുവേഷൻ അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. ലാസ്റ്റ് ഏറ്റവും പുറകിലൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. മൂപ്പൻ പറഞ്ഞിട്ട് കയറടാ, എന്താ കാര്യം ചോദിച്ചു. കാര്യം പറഞ്ഞു. മൂപ്പർ പറഞ്ഞു ഈ കയറി ഇപ്പോൾ എന്ന് പറഞ്ഞു. കയറി മൂപ്പർ വണ്ടി എടുത്ത് മൂപ്പർ പറഞ്ഞു നല്ല ബ്ലോക്കാണ്, ഇറക്കൽ സീനാണ്, പക്ഷേ ഞാൻ എത്തിക്കാതെ പറഞ്ഞു. മൂപ്പർ എന്നിട്ട് സ്പീഡിൽ സ്റ്റേഷനിൽ തന്നെ എത്തിച്ചു. സ്റ്റേഷനിൽ പോകുന്ന വഴി ഞാൻ മൂപ്പരെ നമ്പർ വാങ്ങി. മൂപ്പർ പൈസ അയച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ലാന്ന്. മൂപ്പർ അവിടെ എത്തിച്ചു. കറക്റ്റ് സ്റ്റേഷനിലെത്തി. ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയതും ട്രെയിൻ വന്നു. അതിൻ്റെ ഇടയ്ക്ക് മൂപ്പർ ഫോണിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഓൾറെഡി 18 മിനിറ്റ് അങ്ങനെ ആ ട്രെയിൻ ലേറ്റാണ്. മൂപ്പർ കാരണം ഞാൻ ആ ട്രെയിൻ കയറിയത്. എന്താ വെച്ചാൽ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ട് ഒറ്റ മനുഷ്യൻ എന്നെ അവിടെ കൊണ്ടാക്കാൻ പറ്റില്ല. മെയിൻ എല്ലാവരും പൈസയാണ് നോക്കുന്നത്. പക്ഷെ മൂപ്പർ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഓട്ടോക്കാർ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാവരും ഒന്നും ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരല്ല. ചില ആൾക്കാർ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. മൂപ്പർ അന്ന് സഹായിച്ചുകൊണ്ട് ആ ട്രെയിനിൽ കറക്റ്റ് റിട്ടേൺ എത്താൻ പറ്റി. എന്ന് വെച്ചാൽ ഓൾറെഡി ആ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. മൂപ്പർ സഹായിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ട്രെയിൻ കയറാൻ പറ്റുക. ഞാൻ പിന്നെ ട്രെയിൻ കയറി ഫോൺ ചാർജ് ചെയ്തിട്ട് മൂപ്പർക്ക് പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ വീഡിയോ മൂപ്പർ കാണാനൊന്നും പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സബ്സ്ക്രൈബർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം റീച്ച് ആവില്ല, ആരും അറിയൊന്നുമില്ല. ഇത് ഞാനൊന്നും